മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വരുന്നത് നമ്മുടെ ഗംഗപ്രസാദും അമലും കൂടി നടക്കുന്ന സമയത്തേക്ക് ഗംഗ പെട്ടെന്ന് കാണുവാണ് കേട്ടോ. ഗംഗയുടെ ഓപ്പോസിറ്റ് വരുന്നവരെ അത് കിരണും ബൈജുവും രതീഷും ആയിരുന്നു. അപ്പോൾ നേരെ ഗംഗ പെട്ടെന്ന് ഞെട്ടലൂടെ ഇങ്ങനെ എന്തോ നമ്മുടെ അമലുവിനെ കാണിച്ചിട്ട് ഒരു സൈഡിലോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയത്തേക്ക് അവർ പെട്ടെന്ന് അമലുവിനെ കാണുവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബൈജു പറയാതെ അളിയ ഒരു പെൺകുട്ടി നിൽക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇവർ നടന്ന് അമലുവിൻ്റെ അടുത്തോട്ട് ചെല്ലും. അമലുവിനാണ് പെട്ടെന്നൊരു പരിഭ്രമാകുകയാണ്. കാരണം ഇവനങ്ങ് മാറിയപ്പോൾ ഇവനെ ആക്രമിക്കാൻ വന്ന ആരും ആണെന്ന് പെട്ടെന്ന് അമലുവിന് മനസ്സിലാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമലു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും അതെ നിങ്ങൾ ഇവിടെ എവിടെ ആരാ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ പേര് അമലു എന്നാണ്, ഞാൻ കാട്ടുമൂപ്പൻ്റെ മോളാണെന്ന് പറയുവാണേ. ബൈജു പറയണേ ഞാൻ ആദ്യമായിട്ടാണ് കാട്ടിലുള്ള ആൾക്കാരെയൊക്കെ കാണുന്നത്, എടാ ചുമ്മാതിരിയടാ അവർ നമ്മളെപ്പോലെ മനുഷ്യരാടാന്ന് കിരൺ പറയുവാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ് അമലിനോട് അത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഡെഡ് ബോഡി കണ്ടിരുന്നോ അതോ എല്ലും കഷ്ണോ തലയോട്ടി എന്തെങ്കിലും കണ്ടോ. അപ്പോൾ ബൈജും ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമല് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയാൻ തോന്നുന്നു പറയുമെന്ന് പറയുമ്പോൾ ഞാൻ ആരെയും ഇവിടെ കണ്ടില്ല, ഒരു ഡെഡ് ബോഡിയും കണ്ടില്ല എന്ന് പറയാം. അപ്പോൾ കിരണിന് ചെറിയ ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ബൈജു പറയുന്നുണ്ട് എന്തെങ്കിലും കണ്ടിരുന്നോ. അപ്പോൾ അവൾ പറയും ഞാനൊന്നും കണ്ടില്ല. എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ പറയും ഞാനൊന്നും കണ്ടില്ല എന്ന് പറയുവാണേ. അപ്പോൾ എന്നിട്ട് അവന് മനസ്സിൽ പറയാം ആ ചേട്ടൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. അപ്പോൾ കിരൺ പറയണേ അതെ ഞങ്ങൾ 3 പേരുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്ന അയാളെ കൂട്ടം തെറ്റിപ്പോയി, പിന്നെ കാണുന്നില്ല, അപ്പോൾ എന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ. അപ്പം ഈ വിളി ചോദിക്കാമല്ലോ നിങ്ങൾ ആരെങ്കിലും കൊന്നു നിൽക്കുമ്പോൾ കൊന്നൊന്നും അല്ല ഇങ്ങനെ സംഭവിച്ചാന്ന് പറയാം. അപ്പോൾ അവൾ പറയും പൊക്കത്തിൽ നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഇവിടെയൊന്നും കിടക്കില്ല, അത് വല്ല നരിയോ നായയോ എന്തെങ്കിലുമൊക്കെ കടിച്ചുകൊണ്ട് പോവുകയോ ചെയ്യുള്ളൂ, അല്ലാതെ ഇവിടെയൊന്നും കാണില്ല, വേറെ എവിടെയെങ്കിലും പോയി നോക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുവാണ്. പക്ഷേ ഇവൾക്ക് ചെറിയ ഒരു ഭയം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവർക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവളോട് പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവന് നേരെ ഫോട്ടോ എടുത്തിട്ട് കാണിക്കുന്നത് ഈ ആളെ കണ്ടിട്ടുണ്ടോ നോക്കുന്നത് വെച്ചിട്ട് ഇവൾ നോക്കുമ്പോൾ തന്നെ ഞെട്ടുന്നുണ്ട്. പക്ഷേ ഇവൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നുണ്ട് ഇവളിൽ. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാടാ വാടാന്നും പറഞ്ഞിട്ട് കിരൺ അവരെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ഗംഗ ഒളിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഗംഗ ഇതൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഇവരങ്ങ് പോയതും ഗംഗ പതുക്കെ ഇങ്ങനെ നടന്നു വരുവാണേ. കിരണും ബൈജുവും രതീഷും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ അമലു മനസ്സിൽ പറയുകയാണ് ആ ചേട്ടൻ പറഞ്ഞത് എത്രയോ ശരിയാണ്, കാരണം അവർ ഉറപ്പായിട്ടും കൊല്ലാൻ വന്നിട്ടുള്ളതായിരിക്കും, ആൾ ജീവനോടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് അവളുടെ അടുത്തേക്ക് ഗംഗപ്രസാദം വരുവാണ് കേട്ടോ. അപ്പം അവൾ പറയും വിനായൻ ചേട്ടനെ അന്വേഷിച്ചാണ് വന്നവരെന്നെ ഫോട്ടോ കാണിച്ചിരുന്നു, പിന്നെ അപ്പോൾ ഇവൻ കാണിക്കുകയാണ് എന്നെ കഴുത്തറത്ത് കൊല്ലാനെന്നാണ് ആക്ഷൻ കാണിക്കുകയാണ്, അവന് ശബ്ദമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കുക. അപ്പോൾ പറയാം എന്തായാലും ചേട്ടൻ സൂക്ഷിക്കണം കേട്ടോ, അടുത്ത കാടൊക്കെ എല്ലാവരും കയ്യേറിയതാണ്, അതുകൊണ്ട് ചേട്ടൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണേ. അമലു അങ്ങനെ ഗംഗയെ പിടിച്ചുകൊണ്ട് അങ്ങ് നടന്ന് പോവുകയാണ്. നിഷ്കളങ്കരായ കാട്ടുമൂപ്പനെയും മകളെയും ബന്ധുക്കളെയും മുൻനിർത്തി ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന് ഗംഗ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ. ഇവൻ്റെ ദുഷ്ടത്തരം എപ്പോഴും ഇവന് നല്ല ചെയ്യുന്നവരോട് ഇവൻ ദുഷ്ടനായിരിക്കുമല്ലോ എപ്പോഴും. ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറ്റാതെ ഇവിടുന്ന് പോവില്ല, കാരണം എൻ്റെ ടാർഗറ്റായിട്ടുള്ള കാർത്തികയെ ലക്ഷ്മിയമ്മ മാത്രമല്ല കിരണും കല്യാണിയും കൂടിയാണെന്ന് ഗംഗ മനസ്സിലിങ്ങനെ പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെയും ബൈജുവിനെയും കിരണിനെയാണ്. അവരിങ്ങനെ വനത്തിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയണേടാ ഇവിടെ ഒരു എല്ലും കഷ്ണം പോലും കാണുന്നില്ല. അപ്പോൾ ബൈജുവും പറയുന്നുണ്ട് ശരിയാണല്ലോ രതികളിയാ, ഇവിടെ ഒരു എല്ലും കഷ്ണം പോലും കാണുന്നില്ലല്ലോ. അപ്പോൾ രതീഷ് പറയാം ബൈജു നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നിൻ്റെ കാലും കൂടി വയ്യാത്തതാണ്, ഇവിടെ നിറയെ അട്ടകളൊക്കെ ഉള്ളതാണ്, അട്ട കുടിക്കരുതെന്ന് പറയുമ്പോൾ അട്ട ഭയങ്കര നല്ലതാണളിയാ രതികളിയാ, പിന്നെ കാലിന് നല്ലതാണ്, അട്ടയൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ ഒരു എല്ലും കഷ്ണം പോയിട്ട് ഒരു പൊടിക്കഷ്ണം പോലും അവർക്ക് കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ. അപ്പോൾ ഗംഗപ്രസാദ് അമലും കൂടി ഇങ്ങനെ നടക്കണം കേട്ടോ. പെട്ടെന്ന് അമലു പറയണ അയ്യോ ദേ അവർ എന്ന് പറയുമ്പോൾ അവരങ്ങ് നടന്നു പോകുന്ന ബാക്കിലൊരു വശമാണ് കാണുന്നത് കേട്ടോ. നമുക്കിവിടെ മാറി നിൽക്കാമെന്ന് പറയണം, അവർ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗപ്രസാദ് വിചാരിക്കുവാണ് അമലുവിനും പിന്നെ വേലുവിനും ബുദ്ധി ഉറയ്ക്കാത്ത വേലുവിനൊക്കെ ശരിക്കും നല്ല രീതിയിൽ അമ്പെയ്ത്തറിയാം, അത് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ നെഞ്ച് പൊളിക്കായിരുന്നു എന്നൊക്കെ ഗംഗ പറയുവാണ്. കാരണം ഗംഗയ്ക്ക് എന്തായാലും കിരണിനെ കൊല്ലണമല്ലോ, അതിപ്പോൾ ഈ അമ്പം വെച്ചിട്ടാണ് ഈസിയായിട്ട് നടക്കുമല്ലോ. കിരണും ബൈജുവും രതീഷും നല്ല രീതിയിൽ നടന്ന് നോക്കുന്നുണ്ട്, പക്ഷെ ഒരു പൊടി പോലും കിട്ടുന്നില്ല. അവരങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോൾ അമലു പറയണ ആ രാക്ഷസന്മാർ പോയി ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഗംഗയും അമലും കൂടി വീണ്ടും മറ്റേ മൂപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ.
അപ്പം നടക്കുന്ന കൂട്ടത്തിൽ ഗംഗ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, വേലുവും ഇവളുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേലുവിനെ ഇവൾക്ക് വലിയ മതിപ്പില്ല, ഇവൾക്ക് എന്നോട് ചെറിയ പ്രണയം ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവളുടെ പ്രണയം എനിക്കിപ്പോൾ ആവശ്യമാണ്. കാരണം എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം പ്രണയിക്കുന്ന വേണ്ട ഒരിക്കലും ഒരാളെക്കുറിച്ച് എത്ര തെറ്റായ കാര്യം കേട്ടാലും തള്ളിപ്പറയില്ല എന്ന് പറയണേ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇവനിങ്ങനെ തെന്നാൻ പോവുക, കാല് തെന്നുമ്പോൾ അവൾ പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് കുറുനരിയുടെ സൗണ്ട് കേൾക്കുക, കുറുനരികൾ ഓലിയിടുന്ന സൗണ്ടാണ്. അപ്പോൾ അമലും ഗംഗയും ചുറ്റിനും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമലു പറയുന്നത് കുറുനരികൾ എന്താണെന്നറിയില്ല, പകൽ സമയത്ത് ഇങ്ങനെ ഓലിയിടുന്നതെന്നറിയില്ല എന്ന് പറയാം. അപ്പോൾ അവൾ പറയുകയാണേ, ഇവിടെ രാക്ഷസന്മാർ വനത്തിൽ കയറിയില്ലേ, മിക്കവാറും അതായിരിക്കും എന്ന് പറയുകയാണ്. ഗംഗ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എടി മോളെ, രാക്ഷസൻ രാജാവ് നിൻ്റെ കൂടെ ഇപ്പം നടക്കുന്ന ആൾ തന്നെയാണ്, അല്ലാതെ അവരൊന്നും അല്ല എന്ന് പറയുവാണ്. അപ്പം അമേലു പറയുകയാണ്, അതെ പേടിക്കേണ്ടത് ഇവിടെ പാമ്പിനെയാണ്, രാജവെമ്പാലയും പെരുമ്പാമ്പുമൊക്കെ നിറയുള്ളതാന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗ മനസ്സിൽ പറയുകയാണ്, രാജവെമ്പാല എന്നല്ല, ഏത് പാമ്പ് കടിച്ചാലും എനിക്ക് വിഷം ഇറങ്ങത്തില്ല എന്നൊക്കെ പറയുവാണേ. കാരണം അവൻ അതിനേക്കാളും മൂർച്ചയുള്ള വിഷമാണല്ലോ. അപ്പോൾ ഗംഗ അവളുടെ ഷോൾഡറെ കൂടി കൈയിട്ട് പിടിച്ച് നടക്കുവാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അമല് പറയുകയാണ്, അതെ ഇപ്പോഴെങ്ങും പോകണ്ടാട്ടോ, ഇത് നന്നായിട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ വീട് കൊള്ളുന്നാലും ഉടനെയൊന്നും പോരുത്, ഉടനെയൊക്കെ പോയാൽ എനിക്ക് വലിയ വിഷമാവും എന്നൊക്കെ പറയുവാണ്. കാട്ടുമൃഗങ്ങൾക്ക് നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ ആ ദുഷ്ടന്മാരുടെ മണം കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഇവർ നടക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മൃഗങ്ങളുടെ. നരിയുടെ ഓലി ഇടുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വേലു ഇങ്ങനെ ഓടി ഓടി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഗംഗ പിന്നെ അമലുവിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈയിട്ട് പിടിച്ച് അവർ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ നടന്ന് വരുന്നത് ദൂരെ നിന്ന് കാണുന്നുണ്ട്. വേലുവിനാണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു മൂപ്പൻ്റെ മുറ്റത്തേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ വേലു ഓടി അങ്ങോട്ട് വന്നു. അപ്പോൾ എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് പിടിവിടുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമല് പറയണം, അതേ വിനായകേട്ടൻ നടന്നപ്പോൾ കുറച്ച് ക്ഷീണം തോന്നി വീഴാൻ പോയ പോലെ, അതാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് പറയണം. ആ ശരി ശരി നീ മാറി നിൽക്കുമെന്ന് പറയുവാണ് വേലു. വേലു കൊണ്ടാണ് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് വേലു ചെന്നിട്ട് ഗംഗയുടെ കൈ എടുത്ത് ഷോൾഡറിൽ ഇട്ടിട്ട് ബലത്തോടെയായിട്ട് ഇടുന്നത്. അപ്പോൾ അമല് ചോദിക്കുക, എന്താ ചില സമയത്ത് ഈ കാട്ടുജന്തുക്കളുടെ അതേ സ്വഭാവമാണല്ലോ എന്ന് വെച്ച് പറയുമ്പോൾ വേലു പറയാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗ അങ്ങനെ കുറച്ചങ്ങോട്ട് നടത്തിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അല്പം നടന്നതിന് ശേഷം വേലു പറയടേ, അതെ അറിയാമല്ലോ, കാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വലിച്ചുകൊണ്ട് വന്നത് ഞാനാണ്, അതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്, അത് ഓർമ്മ ഉണ്ടാവണമെന്ന് ഗംഗയോട് പറയുവാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന ഒരല്പം ഉയരേ ഉള്ളായിരുന്നു, അത് ഇപ്പം നിർത്തി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് സഹായിച്ചവൻ്റെ ഉയരെടുക്കാൻ നിൽക്കരുതെന്ന് ഗംഗയോട് പറയുവാണ് വേലു. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെയുള്ള പെൺപിള്ളേരെ പറ്റിച്ചിട്ട് പോവുകയാണ് പതിവ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞാലല്ലോ തിരിച്ച് നിങ്ങളാരും പോകത്തില്ല എന്ന് പറയുവാണ് വേലു. അത് ചെറിയൊരു ഭീഷണി പോലെ തന്നെ പറയുവാണേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാളിക്ക് ചോര കുരുതി കൊടുക്കാറുണ്ട്, അത് മനുഷ്യരെയല്ല മൃഗങ്ങളെയാണ്. പക്ഷേ ചില സമയത്ത് മൃഗങ്ങളെ കൊടുത്താലും ദേവിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയുവാണ്. കാരണം ഗംഗയെ വേണേൽ ദേവിക്ക് കുരുതി കൊടുക്കാമെന്നാണ് നമ്മുടെ വേലു ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. അപ്പം നീ സൂക്ഷിച്ചോടാന്ന് നമ്മുടെ വേലു വളരെ സ്ട്രോങ് ആയിട്ട് വിരൽ ചൂണ്ടി പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.